ഹായ് ഫ്രണ്ട്സ്, മൊമ്മീസ് കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയായി നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ അവരുടെ കൈയിലെയും കാലിലെയും നഖങ്ങൾ പെട്ടെന്ന് വളരുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവർ സ്വയമേ മുറിവേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. സാധാരണയായി നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത് നെയിൽ കട്ടർ വെച്ചോ അല്ലെങ്കിൽ കടിച്ചു കളയുകയോ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് ബേബി നെയിൽ ട്രിമ്മർ എന്ന് പറയുന്ന പുതിയൊരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് 6 കളറിലുള്ള ഗ്രൈൻഡറാണ് ഉള്ളത്. ഇത് നമുക്ക് ഓരോ മാസവും ഏതൊക്കെ കളറുകൾ ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനു മുന്നേ ഈ മെഷീൻ്റെ ഓരോ ഭാഗങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. എഴുതിയിരിക്കുന്നത് മാനിക്യൂർ ഫാഷൻ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ മുൻഭാഗത്തായിട്ട് ഒരു ഓൺ ആൻഡ് ഓഫ് ബട്ടൺ ഉണ്ട്. ഈ മെഷീൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു ഹോളുണ്ട്. അവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഗ്രൈൻഡർ ഇടേണ്ടത്. ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ്. അവിടെയാണ് ബാറ്ററി ഇടുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി AAA ബാറ്ററിയാണ്. ഇനി ഈ ട്രിമ്മറിലുള്ള കളറുകൾ ഏതൊക്കെ മാസങ്ങളിൽ ഉപയോഗിക്കേണ്ടതാണെന്ന് നമുക്ക് നോക്കാം. റെഡ് കളർ 0 to 6 മന്താണ്. പർപ്പിൾ 6 to 12 മന്ത് ബേബീസിനാണ്. ഗ്രീൻ കളർ 12 മന്ത് ആൻഡ് അപ്പ്. അഡൾട്ടിന് യെല്ലോയും അതുപോലെ തന്നെ പിങ്ക്, വൈറ്റ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മെഷീൻ്റെ ബാക്ക് സൈഡിലാണ് ബാറ്ററി ഇടുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി AAA ബാറ്ററിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നഖം എപ്പോൾ മുറിക്കാമെന്നുള്ളതാണ് ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങുകയാണ്, ന്യൂബോൺ ബേബീസ് ആണെങ്കിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കഴിയുമ്പോൾ ചെറുതായിട്ട് ഈ മെഷീൻ ഉപയോഗിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നഖങ്ങൾ വെട്ടിക്കൊടുക്കാവുന്നതാണ്. അല്ല, ഒരു ടോളർ ഏജ് എത്തിക്കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാൻ കഴിയുമല്ലോ, അപ്പോൾ നമ്മൾക്ക് കുഞ്ഞുങ്ങളെ ലാപ്പിലിരുത്തിക്കൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളുടെ നഖം വെട്ടിക്കൊടുക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഹൈ ചെയർ യൂസ് ചെയ്യുന്നതിന് കുഞ്ഞുങ്ങളുടെ ഫുഡൊക്കെ കൊടുക്കുന്ന ഹൈ ചെയർ കാണുമല്ലോ, അങ്ങനെയുള്ള ഇതിൽ ഇരുത്തിക്കൊണ്ട് കാലുകൾ അപ്പോൾ ആണല്ലോ, ആ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നഖം വെട്ടിക്കൊടുക്കാനായിട്ട് അവർ ശാന്തമായിരിക്കുമ്പോഴായിരിക്കണം. മുതിർന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പാട്ടൊക്കെ പാടിക്കൊടുത്ത് കുഞ്ഞുങ്ങളെ ഒന്ന് ശാന്തമാക്കിക്കൊണ്ട് നമുക്ക് നഖങ്ങൾ മുറിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ മെഷീൻ ഉപയോഗിച്ച് എങ്ങനെ കുഞ്ഞിൻ്റെ നഖം വെട്ടിക്കൊടുക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പർപ്പിൾ കളറിലുള്ള ഗ്രൈൻഡറാണ്. അത് ഈ ഹോളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ബട്ടൺ, ഓൺ ആൻഡ് ഓഫ് ബട്ടൺ ആണെങ്കിൽ ചെറുതായിട്ട് അമർത്തുക. അത് അവിടെ തന്നെ ആയിരിക്കണം ഓഫും ചെയ്യുന്നത്. നമ്മൾ ബട്ടൺ അമർത്തി കഴിയുമ്പോൾ ചെറിയൊരു സൗണ്ട് വരും. അതുപോലെ തന്നെ ആ പർപ്പിൾ കളറിലുള്ള ഗ്രൈൻഡർ ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഗ്രൈൻഡറിലേക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ നഖത്തിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് ട്രിം ആകാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ മെഷീൻ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളുടെ നഖം എങ്ങനെയാണ് വെട്ടേണ്ടതെന്ന് എല്ലാവരും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എളുപ്പം തന്നെ നമുക്ക് വേദനയില്ലാതെ കുഞ്ഞുങ്ങളുടെ നഖം വെട്ടുവാനായിട്ട് ഈ മെഷീനിലൂടെ കഴിയും. ഇനി പുതിയ വീഡിയോയുമായി കണ്ടുമുട്ടുമ്പോഴേ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.